അപ്പോൾ ഇനി നമുക്ക് ഇന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നോക്കാനിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കുന്നു എന്ന് നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം കാലിക്കറ്റ് സർവകലാശാലയുടെ 2025-26 അധ്യയന വർഷത്തെ എം.എഡ് പ്രവേശനത്തിനുള്ള രണ്ടാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഒക്ടോബർ 4 വൈകിട്ട് 4 മണിക്കുള്ളിൽ മാൻഡേറ്ററി ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാവരും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടമാകും. മറ്റൊന്ന്, കാലിക്കറ്റ് സർവകലാശാലയിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടും എല്ലാ സപ്ലിമെന്ററി അവസരങ്ങളും നഷ്ടമായവർക്കുള്ള 1 മുതൽ 4 വരെ സെമസ്റ്റർ MCA സെപ്റ്റംബർ 2024, സെപ്റ്റംബർ 2025 ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകൾക്ക് ഒക്ടോബർ 21 വരെ അപേക്ഷിക്കാമെന്നുള്ളതാണ്. അടുത്തതും കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ്. സർവകലാശാലയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ 3-ാം സെമസ്റ്റർ 4 വർഷ ബിരുദ പ്രോഗ്രാം അതിന് പ്രവേശനം ആണ്. നവംബർ 2025 പരീക്ഷകൾ നവംബർ 3 തുടങ്ങും. ഇനി തിരുവനന്തപുരത്തെ കുറച്ച് അറിയിപ്പുകളാണ്. സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിൽപ്പനശാലകളും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും, അതായത് ഈ 30-നും 1-നും തുറന്നു പ്രവർത്തിക്കുമെന്ന് മാർക്കറ്റിംഗ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അഡീഷണൽ ജനറൽ മാനേജറാണ് ഈ അറിയിപ്പ് നൽകിയത്. മറ്റൊന്ന്, പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംരംഭക വായ്പാ നിർണയ ക്യാമ്പ് ഒക്ടോബർ 4 കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടക്കുന്നുണ്ട്. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് അഥവാ NDPREM പദ്ധതി പ്രകാരമാണ് ഈ ക്യാമ്പ്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി മിനി കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. പാസ്പോർട്ട്, ആധാർ, പാൻ കാർഡ്, ഇലക്ഷൻ ID, റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുകളും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകളുമൊക്കെയാണ് കൊണ്ടുപോവേണ്ടത്.